ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കും. ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. കാരണം ഇന്ന് കർക്കിടക വാവാണ്. അന്നേരം വാവിലെല്ലാവരും അമ്പലത്തിലൊക്കെ പോയി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ബലിതർപ്പണം എല്ലാം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഞാനിന്ന് വീട്ടിൽ പ്രത്യേകിച്ച് വാവൊരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഞാൻ പൊതുവേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം ഈ വാവ് ഒരുക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വീട്ടിൽ അമ്മ ചെയ്യും. പിന്നെ ഞാനും മോനൂസും ഈ പ്രാവശ്യം വാവിൻ്റെ ആ ഒരു നമ്മുടെ അപ്പന് വേണ്ടിയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാനും പോയില്ല, മോനൂസും പോയില്ല. അപ്പം സിസ്റ്ററൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ചെയ്തില്ല, മോനൂസും ചെയ്തില്ല. മോനൂസിനാലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഷോപ്പിൽ പോയി. പിന്നെ വേദ ഷൂട്ടിലാണ്, നാളെ തിരിച്ച് വരും. പത്ത് ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട്. പിന്നെ പൊന്നൂസ് ഇതേ റൂമിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട് പൊന്നൂസ്. അപ്പം എന്താ പറയുക, നിങ്ങളെല്ലാവരും ബലിതർപ്പണമൊക്കെ നടത്തി ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അമ്മയുടെ വീട്ടിലാണ് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അന്നേരം അമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പക്ഷേ മോൻസിന് ഷോപ്പിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് മോൻസ് പോകുന്നില്ല. മോൻസിന് വേണ്ടി ഞാൻ കുറച്ച് തക്കാളി സാധമൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. മോൻസ് ഉച്ചയ്ക്ക് ഒന്ന് കഴിച്ചോളും. അപ്പം അതിന് പോകണം. അപ്പം എന്തൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്, സൈന്ധവി എന്താണ് വീഡിയോ ഒന്നും ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ കുറച്ച് സമയക്കുറവും പിന്നെ എൻ്റെ ഏറ്റവും കൂടപ്പുറപ്പാണ് എൻ്റെ മടി. അത് കാരണം മാത്രമാണ് ഞാൻ വീഡിയോകൾ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ സോറി, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പൊതുവെ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അതിനും മടിയാണ്. ഒരു മാസം 2 മാസമൊക്കെ ചെയ്യാതെ നിന്നിട്ടാണ് പിന്നെ അതും പിന്നെ ഓപ്പൺ ആക്കുന്നതും. അപ്പം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താ പറയുക, ഞാൻ അമ്പലത്തിൽ പോയെന്ന് വെച്ചാൽ രാവിലെ മൂന്ന് പൂർണ്ണദർശനത്ത് പോകണം. പൂർണ്ണദർശനത്ത് പോയിട്ടുകൊണ്ടിരുന്ന കുറിയാണ് നെറ്റിയിലിടുന്നത്. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വേറെ വിഷയം ഓണമൊക്കെ ഞാൻ എടുത്ത്. പിന്നെ അതുപോലെ സൈന്ധവിയിൽ 33% ഓഫർ നടക്കുന്നുണ്ട്. കഴിവുന്ന ആൾക്കാർ വരിക, പർച്ചേസ് ചെയ്യുക. അതൊക്കെ അതിനെ എനിക്ക് പറയാനുള്ളൂ. അപ്പം എന്താ പറയുക, അപ്പം ഇനി മുതൽ അങ്ങോട്ട് എന്തെങ്കിലും ഒരു കുട്ടി വ്ളോഗായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിക്കുക. കുറേ നാളുകളായി യൂട്യൂബിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. പക്ഷേ ഇതുവരെയ്ക്കും നമ്മളെ എന്താ പറയുക, നമ്മളോടൊപ്പം കുറേ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇപ്പോഴും യൂട്യൂബിൽ തന്നെ എന്നോടൊപ്പം ഉണ്ട്. അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ ഇനിയും അങ്ങോട്ടുള്ള ഓരോ വീഡിയോകൾക്കും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങളാവട്ടെ. ഇനി വരുന്ന സമയങ്ങളെല്ലാവർക്കും അതിനൊക്കെ അത്തച്ചമയം വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം എനിക്ക് ഓണം അങ്ങോട്ട് അടുത്ത് എത്തിക്കഴിഞ്ഞുകൊണ്ട് എൻ്റെ ടെൻഷൻ, അയ്യോ അത്തച്ചമയം. അന്നേരം നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് അത്തച്ചമയം വരുന്നത്. തൃപ്പൂണിത്തറയിലുള്ള ആൾക്കാർക്ക് കുറച്ച് വള്ളിയൊക്കെ വീഴും കേട്ടോ, ക്ഷമിച്ചോണം. തൃപ്പൂണിത്തറയിലുള്ള ആൾക്കാർക്ക് ഏറ്റവും ഒരു എന്താ പറയുക, ഓണമെന്ന് കേൾക്കുമ്പോൾ ഒരു ഫസ്റ്റ് മനസ്സിലേക്ക് ഓടി വരുന്നത് അത്തച്ചമയം തന്നെയാണ്. അന്നേരം അറിയാമല്ലോ അത്തച്ചമയം എന്താണെന്ന്. എന്നിട്ട് നമ്മുടെ തൃപ്പൂണിത്തറക്കാരുടെ ഓണം ആഘോഷ പരിപാടികൾ നേരത്തെ നമ്മുടെ അവിടെയൊക്കെ തുടങ്ങി കഴിഞ്ഞു. എന്നാലും ആ ഒരു ഓണത്തിൻ്റെ ഒരു വൈബ് അങ്ങോട്ടേ കൊണ്ട് എത്തിക്കുന്നത് നമ്മുടെ അത്തച്ചമയം മുതലാണ്. 100%. അതിൻ്റെ ലൈവ് ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബിൽ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കഴിവതും ഞാനത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും വന്ന് കാണുക. പിന്നെ എല്ലാവരും പറ്റുന്നവരൊക്കെ അത്തച്ചമയം കാണാൻ ഞാൻ വിളിക്കുന്നു. എല്ലാവരും വരിക. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കുട്ടി വ്ളോഗായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.